ആദ്യഘട്ടത്തിൽ തീ പടരാൻ ഇടയായ സാഹചര്യമുണ്ടായ മെഡിക്കൽ ഷോപ്പ്, അതായത് മൊഫീസൽ സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകളൊക്കെ ഇറങ്ങിപ്പോകുന്ന ആ ഭാഗത്ത് മെഡിക്കൽ ഷോപ്പ്, അതിൻ്റെ മുകൾ ഭാഗത്ത് വലിയ രീതിയിൽ ഇപ്പോഴും തീ നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഒരു JCB എത്തിച്ച് അതിൻ്റെ പുറത്തേക്കുള്ള ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭാഗം അത് പൂർണ്ണമായും JCB ഉപയോഗിച്ച് പൊട്ടിച്ചു മാറ്റിയതിന് ശേഷം ആ കെട്ടിടത്തിനകത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള നടപടികളാണ് നടത്തുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ആ മണ്ണുമാന്തി യന്ത്രത്തിന്റെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് മുകൾ ഭാഗത്തെ തടസ്സങ്ങൾ നീക്കുകയാണ്. അതിനകത്താണ് ഇപ്പോഴും തീ ആളി കത്തുന്നത്. അവിടേക്ക് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചുകൊണ്ട് ആ ഭാഗങ്ങൾ പൊളിച്ചു നീക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ദീപക് മലയമ്മയുടെ കൂടെയുള്ള വീഡിയോ ജേർണലിസ്റ്റ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദീപക്, തുടരാം. ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതെ സുജയ, അതായത് ഏതാണ്ട് വൈകിട്ട് 4:30 മണിയോടുകൂടി ആരംഭിച്ച തീപിടുത്തം ഇപ്പോഴും പൂർണ്ണ തോതിൽ അണയ്ക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിനകത്തേക്ക് ആക്സസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ JCB എത്തിച്ചുകൊണ്ട് ഒരു ഭാഗത്തെ പുറത്തേക്കുള്ള പ്രത്യേകം കെട്ടിത്തയ്യാറാക്കിയ ഭാഗങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതുവഴി യൂണിറ്റ് ഉപയോഗിച്ച്, ഫയർ യൂണിറ്റ് ഉപയോഗിച്ച് കൂടുതൽ JCBകൾ ഇവിടേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കൂടുതൽ JCBകൾ എത്തിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. രണ്ടാമതൊരു JCB കൂടി ഇവിടേക്ക് എത്തുന്നു. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഇപ്പോഴും അകത്തളത്തിലേക്ക് പൂർണ്ണമായും വെള്ളം എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കെട്ടിടത്തിൻ്റെ പുറം മോടിയിൽ കെട്ടിപ്പൊത്തിയിട്ടുള്ള മറ്റ് തടസ്സങ്ങളൊക്കെ തന്നെ നീക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തടസ്സങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും അതിനകത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു മണ്ണുമാന്തി യന്ത്രം കൂടി എത്തിച്ചിട്ടുണ്ട്. മറുഭാഗത്തും സമാനമായി പുറത്തുള്ള നിർമ്മിതികൾ പൊളിച്ച് തടസ്സങ്ങൾ നീക്കാനാണ് പോകുന്നത്, അല്ലേ ദീപക്? അതെ, അങ്ങനെ തന്നെയാണ്. പുറത്തുള്ള തടസ്സങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് പൂർണ്ണമായും അതിൻ്റെ സോഴ്സ്, ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒറിജിൻ എവിടെയാണോ അവിടേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകൂ. ഏതാണ്ട് ഇത്രയും സമയം വിവിധ യൂണിറ്റുകൾ ഉപയോഗിച്ച് വെള്ളം അടിച്ചതിന് ശേഷമാണ് മുകളിലേക്ക് പുകച്ചുരുളുകൾ അല്ലെങ്കിൽ തീനാളങ്ങൾ ഉയരുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞെങ്കിൽ പോലും അതിൻ്റെ താഴ്ഭാഗത്ത്, അതായത് ഈ സാധനങ്ങൾ അട്ടിയിട്ട ഭാഗത്തൊക്കെ തന്നെ ഇപ്പോഴും തീ നിൽക്കുന്നുണ്ട്. അവിടേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് അത്തരത്തിൽ JCB ഉപയോഗിച്ച പൂർണ്ണമായും അവിടേക്ക് വെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അതിനകത്ത് വലിയ രീതിയിൽ തന്നെ തീ പടരുന്നുണ്ട് എന്നുള്ളതാണ്. JCB എത്താവുന്ന ഒരു പരിമിതിയുണ്ട്, പരിധിയുണ്ട്. ആ പരിധി ഉപയോഗിച്ച് മാത്രമേ അതിനകത്തേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. കഴിയുന്ന അത്രയും ഭാഗം പൊളിച്ചു നീക്കുന്നുണ്ട്. അതിന് അതേസമയം തന്നെ ഫയർ യൂണിറ്റ് ഉപയോഗിച്ച് വെള്ളവും എത്തിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും തീ അങ്ങനെ തന്നെ തുടരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ആ തീ ഉള്ള സ്ഥലത്തിന് തൊട്ട് താഴെ ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പാണ്. അതിനകത്ത് നിരവധിയായ മെഡിസിനുകളുണ്ട്. സ്വാഭാവികമായും തീ പിടിക്കാനൊക്കെ സാധ്യതയുള്ള സ്പിരിറ്റ് ഉൾപ്പെടെ അത്തരത്തിൽ മെഡിസിനൽ മൂല്യങ്ങളുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് തീ പടരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് ആ മേഖലയിൽ അങ്ങനെ പെട്ടെന്ന് പൊളിക്കൽ നടത്തുന്നത്. അതേസമയം തന്നെ മറുവശത്ത് നേരത്തെ എത്തിച്ച JCB ഉപയോഗിച്ച് ആ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് നേരത്തെ നമ്മൾ വ്യാപാരികളോടൊക്കെ ചോദിച്ചതുപോലെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അവരവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പൊളിച്ചു നീക്കുകയാണ്. അത് പൊളിച്ചു നീക്കിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ കെട്ടിടത്തിൻ്റെ സ്വാഭാവികതയിലുള്ള ആ ഷട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാണാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകൂ. അതുകൂടി നീക്കിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും അതിനകത്തേക്ക്, അതായത് ഈ സാധന സാമഗ്രികൾ സൂക്ഷിച്ചതിൻ്റെ അകത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ ശക്തിയായി തന്നെ നമ്മൾ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. അവിടെ തീനാളങ്ങൾ ഉള്ളത്. പുറത്തുള്ള നിർമ്മിതികളൊക്കെ പൊളിക്കുമ്പോൾ അകത്ത് തീ കത്തുകയാണ്. ഒരു ക്യാമ്പ് ഫയർ പോലെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ഉണ്ട്. VS രഞ്ജിത്ത്, ഇത്രയധികം സമയമായി ഇത്രയധികം വെള്ളം അവിടേക്ക് ഫയർഫോഴ്സ് എത്തിക്കാൻ ശ്രമിച്ചു, എന്നിട്ടും കത്തുകയാണ്, ആളിപ്പടരുകയാണല്ലേ?